അട്ടിമറി കൈയോടെ പൊക്കി ചെന്നിത്തല. വല്ലാത്തൊരു ഭയം CPM-നെ ഇല്ലാതാക്കുമ്പോൾ എന്തും ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് CPM നേതാക്കൾ മാറിയപ്പോൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന മട്ടിൽ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് അണികൾ. ഇനി ആകെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം ഭരണം പോയാലും ശരി ജയിലിനുള്ളിൽ പോകാതെ കഴിഞ്ഞുകൂടിയാൽ മതി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ CPM-ലെ ഓരോ നേതാക്കളും. അതിൽ ചെറുത് വലുത് എന്നൊന്നുമില്ല. സത്യത്തിൽ കൂടുതലും VD സതീശൻ പറഞ്ഞതുപോലെ വമ്പൻ സ്രാവുകൾ തന്നെയാണ്. തൽക്കാലത്തേക്കാണ് കഴകംപള്ളി ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ഒരിക്കൽ മകന്റെ പേരിലാണെങ്കിലും ക്ലിഫ് ഹൗസിൽ ED നോട്ടീസ് പതിപ്പിച്ചതാണ്. അന്ന് തന്റെ മക്കൾ തനിക്ക് അഭിമാനമാണ്, തന്റെ മാനം കെടുത്തുന്ന ഒരു പ്രവൃത്തിയും അവരിൽ നിന്നുണ്ടായിട്ടില്ല എന്നൊക്കെ ഘോരം പറഞ്ഞ മഹാനായ മുഖ്യനാണ് ഇന്നും കേരളം ഭരിക്കുന്നത്. പക്ഷേ ഒരു ദൈവത്തിന്റെ കഥ ജയിലിൽ കഴിയുന്ന CPM-ന്റെ നേതാവായ പത്മകുമാർ പറയുന്നു. ഇനിയും വലിയ സ്രാവുകൾ പിടിക്കപ്പെടാനുണ്ട് എന്ന് കോടതി പറയുന്നു. അത് കണ്ടെത്താൻ CBI ഇറക്കുന്നു. ഇതൊക്കെ ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. എന്നാൽ ഇവിടെയൊക്കെ വളരെ നിർണായകമായ ചില കണ്ടെത്തലുകൾ SIT-ക്ക് നൽകിയിരിക്കുകയാണ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സർക്കാർ വൈകരുതെന്ന് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കൊള്ളയ്ക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു. കേസിലെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ CPM ഭയപ്പെടുകയാണ്. പ്രതികൾക്ക് പാർട്ടിയുമായുള്ള ബന്ധം പുറത്തു വരുമോ എന്നും കൂടുതൽ നേതാക്കളുടെ പേരുകൾ അവർ വിളിച്ചു പറയുമോ എന്നുള്ള ഭയവുമാണ് ഈ മൗനത്തിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. SIT-യെ ചോദ്യം ചെയ്ത് ചെന്നിത്തല അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രധാന തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്തതെന്ന് ചെന്നിത്തല ചോദിക്കുന്നത്. ചില ജ്വല്ലറികളിൽ നിന്നും സ്വർണം കണ്ടെത്തിയതായി വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അത് ഈ കേസ് നഷ്ടപ്പെട്ട സ്വർണമാണോ എന്ന് വ്യക്തമാക്കണം. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന പുരാവസ്തുവായി ഈ സ്വർണം വിറ്റഴിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അന്വേഷണം പൂർത്തിയാക്കാൻ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ വെറും പരലുകളെ മാത്രം പിടിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് ചെന്നിത്തല പരിഹസിച്ചു. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള വൻ സ്രാവുകളെ വലയിലാക്കാൻ അന്വേഷണ സംഘം തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ കേസ് വെറും പ്രഹസനമായി മാറും. തൊണ്ടി മുതൽ വേഗത്തിൽ വീണ്ടെടുക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്.